അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാൽപ്പാട് എടുത്തിട്ടുണ്ട്. ഒരാഴ്ചയോളം ഞാൻ എല്ലാ ദിവസവും പാല് കാച്ചുമ്പോൾ അതിൽ നിന്ന് പാൽപ്പാട് എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണിത്. ഇത് ഒരാഴ്ചയായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പാൽപ്പാടയാണ്. ഇങ്ങനെ പാൽപ്പാട് നമ്മൾ ഡെയിലി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രീസറിൽ വേണം സൂക്ഷിക്കും. അപ്പോൾ ഇത് ഒരാഴ്ചയോടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന പാൽപ്പാടയാണ്. ഈ പാൽപ്പാട കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ വേണം. ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ വേണം. ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാൽപ്പാട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പാൽപ്പാടയെല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ നമ്മുടെ പാൽപ്പാടയെല്ലാം നന്നായി മെൽറ്റായി വരും. അതുവരെ നമുക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ആ പാൽപ്പാടയുടെ ഒരു യെല്ലോയിഷ് കളറായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് ഇപ്പൊ മെൽറ്റാവും. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പൊ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതുപോലെ നന്നായി പതഞ്ഞു വരും. അപ്പൊ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പതയെല്ലാം നന്നായി മാറി ആ നെയ്യുടെ രൂപത്തിലേക്ക് ഇത് വരുന്നതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ. ഇപ്പൊ ഇത് നന്നായി പതഞ്ഞു വരും. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പൊ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നെയ്യുടെ പാട മാറി. കണ്ടോ, ഇപ്പം നെയ്യ് മേലിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കണ്ടോ, നന്നായിട്ട് നെയ്യ് തെളിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പാൽപ്പാടെ നെയ്യും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. സൂക്ഷിച്ച് നോക്കിയാൽ കണ്ടോ, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നെയ്യ് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ഗീ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു പരുവം. കണ്ടോ, ഇതിന്റെ കീടൻ ഈ ഒരു കളറായിട്ട് മാറും. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഗീ കറക്റ്റ് ആയിട്ടുണ്ട്. ഗീ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ആ കീടന് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിൽറ്റർ ചെയ്യാം. ശുദ്ധമായ പശുവിൻ നെയ്യ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ഡെയിലി പാൽപ്പാട് എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് ഇതുപോലെ ശുദ്ധമായ പശുവിൻ നെയ്യ് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല ശുദ്ധമായ നെയ്യ് കൊടുക്കാവുന്നതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റുകൾ ഞങ്ങളുടെ കമന്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ് നിഷ റോസ് കിച്ചൻ.